അല്പം സൗന്ദര്യവും സാമർഥ്യവും സഹായത്തിനൊരു സംഘവും ഉണ്ടെങ്കിൽ ആരെയും പറ്റിക്കാം. അങ്ങനെ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജരേഖകൾ ചമച്ച് ഒരു തട്ടിപ്പ് നടത്തിയ കഥയാണ് പുനലൂരിൽ നിന്ന് കേട്ടത്. ന്യൂസിലാൻഡിൽ കപ്പലിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്തത് യുവതിയടങ്ങുന്ന സംഘമാണ്. പുനലൂർ സ്വദേശി നിഷാദിൻ്റെ പരാതിയിൽ കല്ലട സ്വദേശിനി ചിഞ്ചുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗൂഗിൾ മീറ്റ് വഴി ഉദ്യോഗാർത്ഥികളുമായി ബന്ധപ്പെട്ടായിരുന്നു തട്ടിപ്പ്. പരാതിയെ തുടർന്ന് ഓഫീസ് പൂട്ടിമുങ്ങിയ യുവതിയെ എറണാകുളത്ത് നിന്നാണ് പുനലൂർ പോലീസ് പിടികൂടിയത്. മറ്റ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊല്ലം കല്ലട സ്വദേശി ചിഞ്ചു അനീഷിനെയാണ് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുനലൂർ കറവൂർ സ്വദേശി നിഷാദാണ് പരാതിക്കാരൻ. എനിക്ക് ഓഫർ ലെറ്ററും വ്യാജരേഖകളും സംശയം തോന്നിയതിനെ തുടങ്ങി തിരികെ ചോദിച്ചു. എൻ്റെ ഫണ്ട് ചോദിച്ചപ്പോൾ അതിനുവേണ്ടി അവരൊരു ഗൂഗിൾ മീറ്റ് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ വന്നിട്ട് പറഞ്ഞു നിഷാദിൻ്റെ വിസ ന്യൂസിലാൻഡ് എമിഗ്രേഷൻ സൈറ്റിൽ ആക്ടിവേഷനായി കിടക്കുകയാണ്, അത് മെയിലിലോട്ട് ഫോർവേഡ് ചെയ്യുന്ന താമസമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ട് 2 ഘട്ടങ്ങളായിട്ട് പുനലൂർ ഫെഡറൽ ബാങ്കിൽ നിന്നും 11.5 ലക്ഷം രൂപ, നിഷാദിൽ നിന്നും പലതവണയായി 11.5 ലക്ഷം രൂപയാണ് ചിഞ്ചു അനീഷും സംഘവും തട്ടിയെടുത്തത്. മാസം 2 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന കപ്പൽ ജോലി ന്യൂസിലാൻഡിൽ ശരിയാക്കി നൽകാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. ജോലി സംബന്ധമായ എല്ലാ രേഖകളും നിഷാദിന് നൽകുകയും ചെയ്തു. വായ്പയെടുത്താണ് നിഷാദ് പണം നൽകിയത്. സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യം കണ്ടാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചത്. ഗൂഗിൾ മീറ്റ് വഴിയായിരുന്നു ചിഞ്ചു അപേക്ഷകരോട് സംസാരിച്ചിരുന്നത്. ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികളാണ് ഇവരടങ്ങുന്ന സംഘം പലരിൽ നിന്നും തട്ടിയെടുത്തത്. പരാതി ഉയർന്നപ്പോൾ എറണാകുളത്ത് ഇവർക്കുണ്ടായിരുന്ന ടാലന്റ് വിസ HR കൺസൾട്ടൻസി എന്ന സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്തു. എന്നാൽ തുടർന്നും കേരളത്തിനകത്തും പുറത്തും ഓഫീസുണ്ടെന്നും സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചാരണവും നടത്തിയിരുന്നു. 2023 മെയ് മുതൽ നവംബർ വരെ പലതവണയായിട്ടാണ് നിഷാദ് ഇവർക്ക് പണം നൽകിയിരുന്നത്. പുനലൂർ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പണം കൈമാറിയത്. പറ്റിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ നിഷാദ് പുനലൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് 1-ാം പ്രതി ബിനിലിനെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. 2-3 പ്രതികളെ ഇനി പിടികൂടാനുമുണ്ട്. ഇവരുടെ വാഗ്ദാനത്തിൽപ്പെട്ട് മുൻപ് ജോലി തേടി ന്യൂസിലാൻഡിലെത്തിയവർക്ക് ആപ്പിൾ പറിക്കുന്ന ജോലിയാണ് ലഭിച്ചത്. കുറെ പേർ നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തിരുന്നു. 4-ാം പ്രതിയായ ചിഞ്ചു അനീഷ് എറണാകുളം പാലാരിവട്ടത്ത് ഒളിവിൽ താമസിക്കുന്നു എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനലൂർ പോലീസ് അവിടെയെത്തി പ്രതിയെ പിടികൂടിയത്. സമാനമായ നിരവധി കേസുകളുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 2023 കേസുകളുണ്ട്. കാലടി പോലീസ് സ്റ്റേഷനിൽ തന്നെ 2024 3ഓളം ഇതേപോലുള്ള സമാനമായ രീതിയിലുള്ള തട്ടിപ്പണത്തിന് കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിയമപരമായ നടപടിക്ക് ശേഷം നമ്മൾ ഇന്ന് തന്നെ അവരെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നു. SI കൃഷ്ണകുമാർ, ജൂനിയർ SI പ്രമോദ്, ASI മറിയക്കുട്ടി, CPO രാജേഷ് എന്നിവർ അടങ്ങിയ സംഘമാണ് പാലാരിവട്ടത്തു നിന്നും പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. News 18 പുനലൂർ.